പഴയ നിയമത്തിലെ പൂർവ്വപിതാവായിരുന്ന ജോസഫിൻ്റെ ജീവിതത്തിലെ സവിശേഷതകളെക്കുറിച്ചാണ് ഈ ദിവസങ്ങളിൽ നമ്മൾ ധ്യാനിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 40 41 അധ്യായങ്ങളെ കേന്ദ്രീകരിച്ചാണ് ഈ വീഡിയോയിൽ ജോസഫിൻ്റെ സ്വഭാവ സവിശേഷതകളെ കണ്ടെത്താൻ നമ്മൾ ശ്രമിക്കുന്നത്. ഈജിപ്തിലെ രാജാവിൻ്റെ പാനപാത്രവാഹകനും പാചകപ്രമാണിയും ഒരിക്കൽ രാജാവിനെതിരെ തെറ്റ് ചെയ്യുന്നു. ഇരുവരെയും രാജാവ് ഏൽപ്പിക്കുന്നത് കാവൽപ്പട നായകനായ പൊത്തിഫറിനെയാണ്. അങ്ങനെ പൊത്തിഫറിൻ്റെ വീട്ടിലെ തടവറയിൽ പാനപാത്രവാഹകനെയും പാചകപ്രമാണിയെയും രാജാവ് പാർപ്പിക്കുന്നു. ആ തടവറയിൽ തന്നെയാണ് പൊത്തിഫർ ഇസ്മായിലരുടെ കരങ്ങളിൽ നിന്നും വിലയ്ക്ക് വാങ്ങിയ ജോസഫിനെയും പാർപ്പിച്ചിരുന്നത്. അങ്ങനെ 3 പേരും തടവറയിൽ പാർക്കുന്നതിനിടയിൽ പാനപാത്രവാഹകനും പാചകപ്രമാണിക്കും 2 വ്യത്യസ്തമായ സ്വപ്നങ്ങൾ ഉണ്ടാകുന്നു. ഇവിടെ നിന്നാണ് ജോസഫിൻ്റെ സ്വഭാവത്തിൻ്റെ സവിശേഷതകളെക്കുറിച്ച് ആഴത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 7-ാമത്തെ അധ്യായത്തിൽ ജോസഫിൻ്റേതായിട്ടുള്ള മനോഹരമായ ഒരു വാക്യമുണ്ട്. 40-ാം അധ്യായം 7-ാമത്തെ വാക്യം. തൻ്റെ യജമാനൻ്റെ വീട്ടിലെ തടവറയിൽ തന്നോടൊത്ത് കഴിയുന്ന ഉദ്യോഗസ്ഥന്മാരോട് അവൻ ചോദിച്ചു, നിങ്ങളുടെ മുഖത്ത് എന്താണ് ഇന്നൊരു വിഷാദം? ജോസഫ് തന്നെ വലിയ വിഷാദത്തിലും സങ്കടത്തിലും വേദനയിലും തിക്താനുഭവങ്ങളിലുമാണ്. വലിയ തിക്താനുഭവങ്ങളിൽ കൂടി കടന്നു പോകുമ്പോഴും മറ്റുള്ളവരുടെ വേദനകൾ കാണാൻ സാധിക്കുന്നു എന്നുള്ളത് ജോസഫിൻ്റെ ഒരു സവിശേഷതയായിരുന്നു. അത് ജോസഫിന് അനുഗ്രഹമായി മാറുന്നുമുണ്ട്. അവർ കണ്ട സ്വപ്നങ്ങളെക്കുറിച്ച് ഓർത്തായിരുന്നു അവർ വിഷാദഭരിതരായിരുന്നത്. ആ വിഷാദം തിരിച്ചറിഞ്ഞിട്ടാണ് ജോസഫ് അവരോട് ചോദിക്കുന്നത്, എന്തിനെക്കുറിച്ചാണ് നിങ്ങൾ വിഷാദിച്ചിരിക്കുന്നത്? എന്തുകൊണ്ടാണ് നിങ്ങൾ വിഷാദിച്ചിരിക്കുന്നത്? ഒരുപാട് തിക്താനുഭവങ്ങളിലും വേദനകളിലും സങ്കടങ്ങളിലും ജീവിതം കടന്നു പോകുമ്പോഴും മറ്റുള്ളവരുടെ വേദനകൾ കാണാനാകുന്നു എന്നുള്ളത് ജോസഫിൻ്റെ സ്വഭാവത്തിൻ്റെ മനോഹരമായ സവിശേഷതയായി വിശുദ്ധ ഗ്രന്ഥം പരിചയപ്പെടുത്തുന്നു. അവരിങ്ങനെ മറുപടി പറയുകയാണ്, ഞങ്ങൾ 2 പേരും സ്വപ്നം കണ്ടു, അവയെ വ്യാഖ്യാനിക്കുവാൻ ആരുമില്ല. അപ്പോൾ ജോസഫിൻ്റെ മറുപടി വളരെ വിശേഷമാണ്. വ്യാഖ്യാനം ദൈവത്തിൻ്റേതല്ലേ? വ്യാഖ്യാനം ദൈവത്തിൻ്റേതല്ലേ? ജീവിതത്തിൽ എത്ര പ്രതിസന്ധികളുണ്ടായാലും ദൈവത്തെ ജീവിതത്തിൻ്റെ കേന്ദ്രഭാഗത്ത് പ്രതിഷ്ഠിക്കാൻ പഴയ നിയമത്തിലെ ജോസഫ് നിരന്തരം നമ്മെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ 2 പേരുടെയും സ്വപ്നം ജോസഫ് വ്യാഖ്യാനിക്കുകയാണ്. പാനപാത്രവാഹകൻ്റെ സ്വപ്നം ആദ്യം വ്യാഖ്യാനിക്കുന്നു. പാനപാത്രവാഹകനെ രാജാവ് തിരികെ കൊട്ടാരത്തിലേക്ക് എടുക്കുമെന്നുള്ളതാണ് അയാൾ കണ്ട സ്വപ്നത്തിൻ്റെ അർത്ഥമെന്ന് ജോസഫ് പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ ജോസഫ് പാനപാത്രവാഹകനോട് വളരെ സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നൊരു കാര്യമുണ്ട്. ഉൽപ്പത്തി 40:14, നല്ല കാര്യം വരുമ്പോൾ എന്നെയും ഓർക്കണം, എന്നോട് കാരുണ്യം കാണിക്കണം, എൻ്റെ കാര്യം ഫറവോയുടെ മുമ്പിൽ ഉണർത്തിച്ച് ഈ തടവറയിൽ നിന്നും എന്നെ മോചിപ്പിക്കണം. നല്ല കാലം വരുമ്പോൾ എന്നെ ഓർക്കണം, കാരുണ്യം കാണിക്കണം എന്നുള്ളതായിരുന്നു പാനപാത്രവാഹകനോട് ജോസഫിൻ്റെ അപേക്ഷ. പക്ഷേ ഉൽപ്പത്തി 40-ാം അധ്യായം 23-ാം വാക്യത്തിൽ നമ്മൾ വായിക്കും, ഒരു സാഹചര്യത്തിൽ പാനപാത്രവാഹകനെ രാജാവ് തിരികെ കൊട്ടാരത്തിലേക്ക് ജോലിക്കെടുക്കുമ്പോൾ അവൻ ഒരിക്കലും ജോസഫിനെ ഓർമ്മിക്കുന്നില്ല. 23-ാം വാക്യം, എന്നാൽ പാനപാത്രവാഹകൻ ജോസഫിനെ ഓർമ്മിച്ചില്ല, അവനെ മറന്നു കളഞ്ഞു. നല്ല കാലം വരുമ്പോൾ എന്നെ ഓർക്കണമെന്നൊക്കെ വളരെ കാര്യമായിട്ട് ജോസഫ് അവനെ ഓർമ്മിപ്പിച്ചിരുന്നുവെങ്കിലും പാനപാത്രവാഹകൻ ജോസഫിനെ ഓർത്തില്ല. ആരും ഓർക്കാത്തപ്പോൾ ദൈവം ജോസഫിനെ ഓർത്തു എന്നാണ് വിശുദ്ധ ഗ്രന്ഥം ആവർത്തിച്ച് വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന യാഥാർത്ഥ്യം. പാചകപ്രമാണിയുടെ സ്വപ്നവും ജോസഫ് വ്യാഖ്യാനിക്കുന്നു. ആ സ്വപ്നവും യാഥാർത്ഥ്യമായി മാറുന്നു, അതും പൂർത്തീകരിക്കപ്പെടുന്നു. പക്ഷെ പാനപാത്രവാഹകൻ കൊട്ടാരത്തിലെ ജോലിയിലേക്ക് തിരികെ പ്രവേശിച്ചപ്പോൾ ജോസഫിനെ ഓർത്തില്ലെങ്കിലും ജോസഫ് നിരന്തരം ഓർത്തിരുന്ന, ജോസഫ് എന്നും ഹൃദയത്തിൽ സൂക്ഷിച്ചിരുന്ന, ജോസഫിൻ്റെ ജീവിതത്തിൽ എല്ലാം ശുഭമാക്കി തീർത്തിരുന്ന
ആ ദൈവം ജോസഫിനെ നിരന്തരം ഓർമ്മിച്ചിരുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കുവാൻ. ഉൽപ്പത്തി പുസ്തകം 41 അധ്യായത്തിലാണ് ഈജിപ്തിലെ രാജാവായ ഫറവോ സ്വപ്നം കാണുന്നത്. ഫറവോ സ്വപ്നം കാണുമ്പോൾ അതിൻ്റെ അർത്ഥം വ്യാഖ്യാനിക്കുന്നതിന് വേണ്ടി ആളെ തിരയുമ്പോഴാണ് പാനപാത്രവാഹകൻ തൻ്റെ കൂടെ സഹതടവുകാരനായിരുന്ന ജോസഫ് അന്ന് സ്വപ്നം വ്യാഖ്യാനിച്ച കാര്യം ഓർമ്മിക്കുകയും ആ യാഥാർത്ഥ്യം രാജാവിനെ അറിയിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ ഫറവോയുടെ സ്വപ്നവും ജോസഫ് വ്യാഖ്യാനിക്കുന്നതാണ് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 41 അധ്യായത്തിൽ നമ്മൾ കണ്ടെത്തുന്നത്. 41 അധ്യായത്തിൻ്റെ 16 വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കും. ജോസഫ് ഫറവോയോട് പറഞ്ഞു, സ്വപ്നം വ്യാഖ്യാനിക്കുന്നത് എൻ്റെ കഴിവല്ല, എന്നാൽ ദൈവം ഫറവോയ്ക്ക് തൃപ്തികരമായ ഉത്തരം നൽകും. ജോസഫിന് സ്വപ്നം വ്യാഖ്യാനിക്കാൻ കഴിവുണ്ട് എന്ന് പാനപാത്രവാഹകൻ പറഞ്ഞത് അനുസരിച്ച് ജോസഫിനെ കൊട്ടാരത്തിലേക്ക് വിളിപ്പിച്ച രാജാവിന് ജോസഫ് കൊടുത്ത ഉത്തരമാണിത്. സ്വപ്നം വ്യാഖ്യാനിക്കുന്നത് എൻ്റെ കഴിവല്ല. അവിടെയും ദൈവത്തെ കേന്ദ്ര കഥാപാത്രമാക്കി പ്രതിഷ്ഠിക്കുന്ന ജോസഫിനെയാണ് നമ്മൾ കണ്ടെത്തുന്നത്. അങ്ങനെ ജോസഫ് ഈജിപ്തിൻ്റെ അധിപനായി മാറുന്നു. ജോസഫിനെ രാജാവ് ഈജിപ്തിൻ്റെ ഭരണം ഏൽപ്പിക്കുകയാണ്. ഈജിപ്തിൻ്റെ മുഴുവൻ അധിപനായി ജോസഫിനെ ഏൽപ്പിച്ച് ജോസഫിൻ്റെ ബുദ്ധിവൈഭവത്തിലും സ്വപ്നം വ്യാഖ്യാനിക്കാനുള്ള കഴിവിലും ആകൃഷ്ടനായി ജോസഫിനെ മുഴുവൻ ഉത്തരവാദിത്വവും ഫറവോ ഏൽപ്പിക്കുന്നു എന്നുള്ളതാണ് 41 അധ്യായത്തിലെ വിവരണങ്ങളിൽ നമ്മൾ കണ്ടെത്തുന്നത്. അങ്ങനെ സ്വപ്നത്തിൻ്റെ അർത്ഥമായി വലിയ ക്ഷാമം ഈജിപ്തിൽ വരാൻ പോകുന്നു എന്നുള്ള യാഥാർത്ഥ്യം ഫറവോയെ ജോസഫ് അറിയിക്കുകയും ജോസഫ് പറഞ്ഞതുപോലെ തന്നെ നാട്ടിൽ ക്ഷാമം വരികയും ചെയ്യുന്നു. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 41 അധ്യായത്തിൻ്റെ 50-51 വാക്യങ്ങൾ വളരെ മനോഹരമാണ്. ക്ഷമകാലം തുടങ്ങും മുൻപ് ഓനിൻ്റെ പുരോഹിതനായ പൊത്തിഫെറായിയുടെ മകൾ അസ്നത്തിൽ അവന് 2 പുത്രന്മാർ ജനിച്ചു. എൻ്റെ കഷ്ടപ്പാടും പിതാവിൻ്റെ വീടും എല്ലാം മറക്കാൻ ദൈവം ഇടയാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ തൻ്റെ കടിഞ്ഞൂൽ പുത്രനെ മനാസ എന്ന് വിളിച്ചു. രണ്ടാമനെ അവൻ എഫ്രായിം എന്ന് വിളിച്ചു. എന്തെന്നാൽ കഷ്ടതകളുടെ നാട്ടിൽ ദൈവം എന്നെ സന്താനപുഷ്ടിയുള്ളവനാക്കിയിരിക്കുന്നുവെന്ന് അവൻ പറഞ്ഞു. പിതാവിൻ്റെ വീടും പഴയ ജീവിതത്തിൻ്റെ കഷ്ടപ്പാടും സങ്കടങ്ങളും വേദനകളും ഒക്കെ മറക്കാൻ ദൈവം ഇടയാക്കി എന്നോർത്താണ് മക്കൾക്ക് പേരിടുന്നത് പോലും. കഷ്ടതയുള്ള ഒരു നാട്ടിൽ സന്താനങ്ങളെ നൽകി ദൈവം അനുഗ്രഹിച്ചു എന്നോർത്താണ് രണ്ടാമത്തെ കുഞ്ഞിനും പേരിടുന്നത്. സമൃദ്ധിയിലും അനുഗ്രഹിക്കപ്പെടുന്ന സാഹചര്യത്തിലും ദൈവത്തെ മറക്കാത്ത ജോസഫ്. ഈ 41 അധ്യായത്തിൻ്റെ വിവരണം അവസാനിക്കുമ്പോൾ ഒരു ദേശം മുഴുവൻ ഇങ്ങനെ അവഗണിക്കപ്പെട്ട, തിക്താനുഭവങ്ങളിൽ കൂടി കടന്നുപോയ, സഹോദരന്മാരാൽ അവഗണിക്കപ്പെട്ട, തെറ്റിദ്ധരിക്കപ്പെട്ട പൊത്തിഫറിൻ്റെ ഭാര്യയുടെ ആസക്തികളെയും പ്രലോഭനങ്ങളെയും തട്ടിമാറ്റിയതിൻ്റെ പേരിൽ തടവിലാക്കപ്പെട്ട ഈ ജോസഫിൻ്റെ അടുത്തേക്ക് ഒരു ദേശം മുഴുവൻ എത്തുന്നു എന്നുള്ള സൂചനയുമായിട്ടാണ് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 41 അധ്യായം അവസാനിക്കുന്നത്. അത് മനോഹരമായ സൂചനയാണ്. കൃപ നിറഞ്ഞ വർഷങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ കടന്നു പോകുന്ന അവഗണിക്കപ്പെട്ട ദിനങ്ങളും അവഗണിക്കപ്പെട്ട വർഷങ്ങളും ഒറ്റപ്പെട്ട അനുഭവങ്ങളും ദൈവത്തിൽ ആശ്രയിച്ച് നേരിട്ടാൽ വലിയ കൃപയുടെ അനുഭവത്തിലേക്ക് മാറാൻ അത് കാരണമാകുമെന്ന് തന്നെയാണ് ജോസഫിൻ്റെ ജീവിതം പഠിപ്പിക്കുന്നത് എന്ന് വിചാരിക്കുന്നു. പകയുടെയും ശത്രുതയുടെയും പ്രലോഭനങ്ങളുടെയും കരിനിഴൽ വീണ കുറച്ച് അധ്യായങ്ങൾ ജോസഫ് എന്ന് പറയുന്ന പഴയ നിയമത്തിലെ പൂർവ്വപിതാവിൻ്റെ വിശുദ്ധിയും ദൈവസാന്നിധ്യത്തിലുള്ള വിശ്വാസവും അസാധാരണമായ നന്മയും കൊണ്ട് പ്രകാശം പരത്തുന്ന ഒരു നക്ഷത്ര ശോഭയായി ഈ അധ്യായങ്ങളിൽ ജോസഫ് നിഴലിക്കുന്നു എന്ന് തന്നെ വേണം നമ്മൾ മനസ്സിലാക്കാൻ.